ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ആഗസ്റ്റ് മാസ ഫലമാണ്. അത് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് വളരെ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഭാഗ്യാധിപനായിരിക്കുന്ന ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുവാനുള്ള നല്ല യോഗവും ഭാഗ്യവുമുള്ള ഒരു മാസവും കൂടിയാണ്. എന്നിരുന്നാലും രാശ്യാധിപനും സുഖസ്ഥാനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അഷ്ടമം എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ അത്ര നല്ലതല്ല. എങ്കിലും അത് ഉച്ചരാശി ആയതിനാൽ ചില നേട്ടങ്ങളെങ്കിലും തരികയും ചെയ്യും. അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല. എങ്കിലും വളരെ അധികം ശ്രദ്ധകൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ആവശ്യമാണ്. പ്രധാനമായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കണം. ദിനചര്യയിൽ കൃത്യനിഷ്ഠയും ഭക്ഷണകാര്യത്തിലും അതുപോലെ തന്നെ ചെറിയ അസുഖങ്ങൾ സൂചിപ്പിക്കപ്പെട്ടാൽ വിദഗ്ധ ചികിത്സ തേടുന്നതുമൊക്കെ അത് വളരെ നല്ലതാണ്. അധിക പണച്ചെലവുകൾ ഒഴിവാക്കുവാൻ സാധിക്കും. തുടക്കത്തിൽ ചികിത്സിക്കുക. ശ്രേയസ്സും യശസ്സും വന്നു ചേരുവാൻ യോഗമുണ്ട്. അതായത് 11ാം ഭാവാധിപൻ കൂടിയായിരിക്കുന്ന ആ ശുക്രഗ്രഹം നീചഭംഗം ചെയ്ത്, അതായത് കേന്ദ്രസ്ഥാനത്താണല്ലോ നിൽക്കുന്നത് ധനുരാശിയുടെ, അത് നീചഭംഗമാണ്. നീചഭംഗം ചെയ്ത് പ്രസിദ്ധി വന്നു ചേരും, ശ്രേയസ് വന്നു ചേരുക. അത് കലാകാരന്മാരായിരിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, തൊഴിലുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് പ്രോഗ്രാമുകളോ സീരിയൽ, സിനിമ അല്ലെങ്കിൽ മറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗം മാത്രമല്ല, ആർക്കിടെക്റ്റേഴ്സ്, ഡിസൈനേഴ്സ്, അത് ഏത് തരത്തിലുള്ള ഡിസൈനേഴ്സ് ആയാലും, വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വസ്ത്ര സംബന്ധമായിട്ടും ഇനി ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവർക്കും വളരെ അനുകൂലമാണ് ആ തൊഴിൽ സ്ഥാനത്തെ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട്. തൊഴിൽ സ്ഥാനാധിപൻ്റെ സ്ഥിതിയും ഉത്തമമാണ്. കുടുംബത്ത് നല്ല അനുഭവങ്ങൾ വന്നു ചേരും. സന്തോഷകരമായി ജീവിക്കുവാനായിട്ട് സാധിക്കും. ഗൃഹം പുതുക്കി പണിയുന്നതിനോ ശില്പചാതുരിയോടുകൂടിയ ഒരു ഗൃഹം വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. അതായത് ഒരു ഗൃഹം ആഗ്രഹിച്ച് വാങ്ങാനൊക്കെ ശ്രമിച്ചിട്ട് നടക്കാതെയൊക്കെ ഇരിക്കുന്നവർക്ക് നല്ല ഉത്തമമായ രീതിയിൽ ഒരു ഗൃഹം വന്നു ചേരുവാൻ യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് ദാമ്പത്യഭാവം വളരെ തൃപ്തികരമാണ്. ദാമ്പത്യകാരകനാണല്ലോ ശുക്രൻ. ആ ശുക്രൻ്റെ പൂർണ്ണ ബലം കൊണ്ട്, ആദിത്യൻ്റെ അനുഗ്രഹം കൊണ്ട്, ഭാഗ്യാധിപൻ്റെ അനുഗ്രഹവും കൂടിയുണ്ട്. അപ്പോൾ ഒരു ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കോ മധ്യവയസ്കർക്കോ ഒക്കെ ഡൈവോഴ്സ് ചെയ്ത് നിൽക്കുന്നവർക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ യോഗമുണ്ട്. നല്ല ഈശ്വരാനുഗ്രഹം ഉള്ള ഒരു സമയമാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകാം, മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകാം. ദാമ്പത്യ ജീവിതം ദമ്പതികളായിട്ടുള്ളവർക്ക് നല്ല സന്തോഷവും ഐശ്വര്യവുമുള്ള കാലമാണ്. പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുകയും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും ഒക്കെ നല്ല യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും വന്നു ചേരും. അലസത മാറ്റിവെച്ച് അധിക സമയം പഠനത്തിനായിട്ട് ഒക്കെ മാറ്റി വെക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു സമയം. ജലഗ്രഹം അത് വിദേശത്തിൻ്റെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപനാണ്. ആ ജലഗ്രഹം ഭാഗ്യാധിപനെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമാണ്. തൊഴിൽ നഷ്ടപ്പെട്ടവർക്കോ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് സ്ഥിരതയ്ക്ക് ഒരു ഭീഷണി ഉള്ളവർക്കൊക്കെ തൊഴിൽ സ്ഥിരത വന്നു ചേരുവാനൊക്കെ ഇത് സഹായിക്കും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായാലും അധ്യാപകരായാലും വാഹന സംബന്ധമായ ജോലി ചെയ്യുന്നവരോ കൃഷിക്കാർ, അങ്ങനെ നിരവധിയായ തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല അഭിവൃദ്ധികൾ തന്നെയാണ് കാണുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട്